കൊച്ചുള്ളി പെരളൻ ചിക്കൻ കറി ഇതാണ് ഞാൻ ഇട്ടേക്കുന്ന പേര്. പക്ഷെ അടിപൊളിയാണേ. പൊറോട്ട, നാൻ, അപ്പം, ചോറ്, നെയ്ച്ചോറ് ഇതിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണേ. നല്ല നാടൻ രീതിയിലുള്ളൊരു ചിക്കൻ കറിയാണേ. അപ്പോൾ ഇതിന് കുക്കർ എടുത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ടിട്ട് കുറച്ച് ഇഞ്ചി കുനുകുന അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി കുനുകുന അരിഞ്ഞത്, 2-3 പച്ചമുളക്, പിന്നെ ഇതിനകത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് കുറച്ച് കുരുമുളക് മാത്രം ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇതൊന്ന് പുരട്ടി അടച്ചു വെച്ച് വേവിക്കാം. ഇത് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കേട്ടോ, ഒരുപാട് കുക്കാവരുത്, അപ്പോൾ അത് പൊടിഞ്ഞു പോവേ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ മാത്രം അടുപ്പിച്ച് മാറ്റി വയ്ക്കുക. പിന്നെ 2 വിസിലെന്നൊക്കെ പറയുന്നുണ്ട്, കാര്യം വെക്കണ്ട, ഒറ്റ വിസിൽ മതി കേട്ടോ. പിന്നെ ഇതിനാവശ്യമായിട്ട് നിറച്ചും കൊച്ചുള്ളി വേണം, സ്ലൈസ് ചെയ്തരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ തക്കാളി. ഇത്ര എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കറി എളുപ്പമാവും കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കുന്നത് നല്ല നാടൻ വെളിച്ചെണ്ണയിലാണ്. വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ്, പക്ഷെ എന്നാലും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുട്ടൻസ് അങ്ങ് പോകും കേട്ടോ. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി കുനുകുന അരിഞ്ഞത് വീണ്ടും നമ്മൾ എണ്ണയിലോട്ടും കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കുക. വഴട്ടി ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക കേട്ടോ. മുളക് മുഴുവനെ അല്ല ഇട്ടേക്കുന്നത്, അത് സ്പ്ലിറ്റ് ചെയ്താണ് ഇട്ടേക്കുന്നത്. അത് കംപ്ലീറ്റ്ലി സ്പ്ലിറ്റ് ആയിട്ടില്ല അതാട്ടോ. സോ ഇതൊന്ന് നന്നായിട്ട് ഒരു സ്മെല്ലൊക്കെ ഒന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കൊച്ചുള്ളി ഇട്ട് നന്നായിട്ട് വഴട്ടിയെടുക്കുക. ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത് ഈ വഴട്ടലിലും പിന്നെ ഒരു മസാലക്കൂട്ടിലുമാണ് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സെറ്റ്. സോ ഈ കൊച്ചുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വരട്ടുക. കൊച്ചുള്ളി ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വഴട്ടുക കേട്ടോ. നമ്മൾ ഈ ഉപ്പ് ചേർക്കുമ്പോൾ ഉള്ളി നല്ല പെട്ടെന്ന് വാടി വരുമെന്ന് കേട്ടിട്ടുണ്ട്. കേട്ട അറിവിൽ ഞാൻ പാലിച്ചു വരുന്നതാണ്. അതിൻ്റെ സയൻറ്റിഫിക് സംഭവം ഞാൻ ഇതുവരെയും നോക്കിയിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് ഓർത്തെ ഒന്ന് നോക്കാം. നെക്സ്റ്റ് ടൈം ഞാൻ അത് പറഞ്ഞുതരാം കേട്ടോ. സോ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴട്ടി നന്നായിട്ട്, അതായത് ഇത്തിരി ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നന്നായിട്ട് വഴട്ടുമ്പോഴാണ് ആ ഒരു ഗ്രേവിക്കൊക്കെ നല്ല ടേസ്റ്റ് വരുന്നത് കേട്ടോ. പിന്നെ ഇത് വഴട്ടുന്ന സമയത്ത് നമുക്ക് അപ്പുറത്തൊരു പാനിൽ നമ്മുടെ മസാലക്കൂട്ട്, ഞാൻ പറഞ്ഞില്ലേ ഒരു മാജിക് മസാല ഉണ്ടാക്കിയെടുക്കാം. ആ മസാലക്കൂട്ടിന് വേണ്ടിയിട്ട് ഒരു പാൻ വയ്ക്കുക. അതിനകത്ത് മല്ലി, മുളക് പൊടി, നമ്മുടെ മസാലപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉലുവ. ഈ മല്ലി മുളക് പൊടിയുടെയും അളവ് ഞാൻ പറഞ്ഞുതരാം. 1 സ്പൂൺ മുളക് പൊടിക്ക് 1.5 സ്പൂൺ മല്ലി എന്നുള്ള കണക്കിലാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. എന്നാലേ ആ ഒരു നാടൻ ചിക്കൻ കറിയുടെ ഒരു മണമൊക്കെ വരത്തുള്ളൂ. ഇത് നന്നായിട്ട് ആ പാനിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. നന്നായിട്ട് ചൂടാക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് മസാലയുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി നല്ലൊരു മണം വരും. അപ്പോഴത്തേക്ക് ഒരുപാട് അങ്ങ് മൂത്ത് പോകണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ആ ഒരു നല്ല മണം വരുമ്പോഴത്തേക്ക് എടുത്ത് നമുക്ക് ആ വഴട്ടി വെച്ചേക്കുന്ന ഉള്ളിക്കകത്തോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അത് മൊത്തത്തിൽ അങ്ങോട്ട് ചേർക്കുക. ഇനി ഇതിനകത്ത് പ്രത്യേകിച്ച് മസാലകളൊന്നും നമ്മൾ ആഡ് ചെയ്യത്തില്ല കേട്ടോ. അവസാനം ഇറക്കാൻ നേരത്തെ ഒരു ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ ഇറക്കും. വേറെ ഇനി ഒരു മസാലയില്ല, ഇത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ട് ഒന്ന് മസാല ഇട്ട് കഴിഞ്ഞിട്ട് ഉള്ളിയിലെല്ലാം ഒന്ന് പുരണ്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി, നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ആ തക്കാളിയുടെ ആ ഒരു ഈർപ്പത്തിൽ ആ ഒരു മസാലയ്ക്ക് ആ ഉള്ളിക്കകത്തോട്ട് പിടിച്ചോളൂ കേട്ടോ. അതൊക്കെ നന്നായിട്ട് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും കുക്കറൊക്കെ പാകത്തിന് വിസിലൊക്കെ പോയി ഇരിക്കുവേ. ഒരൊറ്റ വിസിലേ അടിക്കാവൂ, ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോവും. എൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 2 വിസിലായി പോയി. അപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് പോയായിരുന്നേ. ഈ പെരളൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിത് ഒരു ഒറ്റ വിസിലേ അടിക്കാവൂ എന്ന് പറയാൻ കാരണം, ഇത് വിസിലടിച്ച ചിക്കനെ നമുക്ക് ഇതിനകത്ത് ഇട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ എന്നാലേ അത് ആ ഒരു പെരണ്ട രൂപത്തിലോട്ട് വരത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൃത്യം ഹൈ ഫ്ലെയിമിൽ കുക്കർ ഒരു വിസിലടിച്ചാൽ മതി കേട്ടോ.
ഇനിയിപ്പം മീൻസ് കുക്കറിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിനകത്ത് ഡയറക്റ്റും ചിക്കൻ ആഡ് ചെയ്യാം. അപ്പോൾ കുറേ കൂടെ സമയം എടുക്കുമെന്നേ ഉള്ളേ. ടേസ്റ്റിനൊന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ എനിക്ക് ഇങ്ങനെ വെക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ടും ടെൻഡറായിട്ടും വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എളുപ്പവുമാണ്, പെട്ടെന്ന് വരട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഒരു വെള്ളം ഒരുവിധം വറ്റുന്ന വരെയും നമുക്ക് നല്ല ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അത് കഴിയുമ്പോൾ ചെറിയ തീയിലിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കാം. അവസാനം ഇങ്ങനെ ഇരിക്കും കേട്ടോ. കുറച്ച് ചാറ് കാണും, പക്ഷെ നല്ല കുറുകിയ ചാറായിരിക്കും. നമുക്കിത് ഇനി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്, ഞാൻ ഗ്യാരണ്ടി. നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ തന്നെ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുളക് പൊടി 1 സ്പൂൺ ആണെങ്കിൽ 1.5 സ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. സെറ്റല്ലേ?